Hello, I am Sarada. എല്ലാവർക്കും SimpleTips മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം. അതുകൊണ്ട് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഒരു സ്കിൻ കെയർ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് വന്ന ഒരു ലൈവിലൊക്കെ ഒരുപാട് പേരും ചോദിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും എപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് കഞ്ഞിവെള്ളം. പക്ഷേ അതിൻ്റെ ഉപയോഗത്തെ പറ്റി ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു വലിയൊരു ധാരണയില്ല. അത് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഹെയർ കെയർ ചെയ്യുന്നതിനും ഒക്കെ വളരെ നല്ല ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ്. ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു പാറ്റേണിലും ഹെയർ കെയർ ചെയ്യുമ്പോൾ അത് വേറൊരു പാറ്റേണിലുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ആണ് കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഹെയർ കെയർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കാം. അപ്പം മുഖത്ത് പാടുള്ളവർക്ക്, അതുപോലെ തന്നെ മുഖത്ത് ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാവും, അതുള്ളവർക്ക്, പിന്നെ ആക്നെ പിമ്പിൾസ് ഉള്ളവർക്ക്, ഈവൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട്, ആൻറ്റി ഏജിങ് ആണ്, അങ്ങനെ എല്ലാ പർപ്പസിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റെമഡി ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാം, ഇങ്ങനെ എക്സെപ്ഷണൽ കേസസ് ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഒരു ലൈവിലൊക്കെ വന്നപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഓയിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക നമ്മുടെ ഫേസിലേന്ന്. സോ അതിനുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റെമഡി യൂസ് ചെയ്യാം. കാരണം കഞ്ഞിവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ മിനറൽസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യം സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളം എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. കഞ്ഞിവെള്ളം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ അരി കഴുകിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ബോയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അരി നല്ലതുപോലെ വെന്ത് നമ്മൾ ചോറ് ഊറ്റില്ലേ, അപ്പോൾ ആ വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. 4 to 5 hours നമ്മൾ വെച്ചിരിക്കണം. വെച്ചിരുന്നതിന് ശേഷം നല്ലതുപോലെ തണുക്കണം. തണുത്തിട്ട് അതിൻ്റെ മേളിൽ വരുന്ന പാടയുണ്ട്, അത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വഗന്ധയുടെ പൗഡറാണ്. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൗഡർ വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലിക്കോറൈസ് പൗഡറാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇതും നല്ല ഫൈനായിട്ടുള്ള പൗഡർ വേണം എടുക്കാനായിട്ട്. എടുക്കുമ്പോൾ 2 പൊടിയും ഈക്വൽ പ്രപ്പോർഷനിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് റൈസിൻ്റെ വേണമെങ്കിലും, നമ്മളിപ്പോൾ കഴിക്കാൻ എടുക്കണ ഏത് റൈസിൻ്റെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചരിയുടെയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വഗന്ധയും ലിക്കോറൈസും ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ആൻറ്റി ഏജിങ് പർപ്പസിന് അശ്വഗന്ധ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ലിക്കോറൈസ്. ഇപ്പം അശ്വഗന്ധ കൊണ്ട് നമുക്ക് മുഖത്തെ ചെറിയ ചെറിയ റിങ്കിൾസ്, സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെയാണ് ലിക്കോറൈസ് സ്കിൻ വൈറ്റനിങ്, ഒരു ബ്രൈറ്റനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് പറ്റുമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യുക. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് കുറച്ച് കടലമാവ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം, ഒരിത്തിരി ടർമറിക്ക്, ഇത് മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഹണിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹണി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്യുക. പക്ഷേ ഈ ഒരു റെമഡി ഇതുപോലെ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഒട്ടുമിക്ക പ്രോബ്ലംസിനും ഇത് രണ്ടും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം കഞ്ഞിവെള്ളവും കൂടെ ആകുമ്പോഴത്തേക്കിന് നമ്മളുടെ ഒരു നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഇത് തരും. അപ്പോൾ ഇതൊരു പാക്കായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു 15 minutes വെക്കണം. അതിനുശേഷം നല്ലൊരു തിക്ക് ലെയർ ഇടണം നെക്കിലും ഫേസിലും. നിങ്ങൾക്ക് കയ്യിൽ വേണമെങ്കിൽ കയ്യിൽ യൂസ് ചെയ്യാം, കാലിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനും യൂസ് ചെയ്യാം കേട്ടോ. വച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ചൂടുവെള്ളം, ലൈറ്റായിട്ടുള്ള, ഒരുപാട് ചൂടുള്ളതല്ല, ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിക്കളയുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുന്നതാണ്. ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.